എല്ലാവർക്കും നീറായിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങളൊരു പുലാവാണ് ഉണ്ടാക്കിയത്. ഇതുണ്ടാക്കാൻ നല്ല ഈസിയാണ്. അതുപോലെ സ്പൈസി അധികം ഇഷ്ടമില്ലാത്തവർക്കും കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടമാവും. ഇതൊരു അഫ്ഗാനി ഡിഷാണ്. നമ്മുടെ നാട്ടിലെ പുലാവ് പോലെ തന്നെ, പക്ഷെ ഉണ്ടാക്കുന്നത് അഫ്ഗാനി രീതിയിലാണ്. ഇതുണ്ടാക്കാൻ മട്ടനോ അല്ലെങ്കിൽ ബീഫോ ആണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ ഉണ്ടാക്കാൻ മട്ടനാണ് എടുത്തിട്ടുള്ളത്. മട്ടൻ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലേക്ക് ഇടാം. ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലക്കായ്, ബേ ലീഫ്, പിന്നെ മട്ടൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, അത് അരി ചോറിനും കൂടി വേണ്ടിയിട്ടുള്ള സ്റ്റോക്ക്, അത് കണക്കാക്കിയിട്ടൊരു 3 കപ്പ് വെള്ളം ഒഴിക്കണം. എനിക്ക് മട്ടൻ വേവാൻ ഒരു 4 വിസിലാവുന്നത്. ഓരോരുത്തർ കുക്കറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് വിസിലിൽ വ്യത്യാസം വരും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. മട്ടൻ വേവുന്നതിൻ്റെ ഇടയിൽ അരി ഒന്ന് കഴുകിയിട്ട് കുതിരാൻ വെക്കാം. ഞാൻ ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് ബാസ്മതി റൈസ് നന്നായി കഴുകിയതിന് ശേഷം ഒരു 20 മിനിറ്റ് കുതിരാൻ വെക്കാം. അരി കുതിരാൻ വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലും ഗീയും മിക്സാക്കി അതിലേക്ക് 2 ഉള്ളി അരിഞ്ഞതിട്ട് നന്നായി വഴറ്റുക. ഇനി ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗീ മാത്രം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഉള്ളി നന്നായി വാടി വരുന്നതിനിടയിൽ മട്ടൻ വെന്തിട്ടുണ്ട്. മട്ടൻ അതിൽ നിന്ന് മാറ്റി വെക്കാം. മട്ടൻ്റെ പീസെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ആ സ്റ്റോക്കിലേക്ക് ഇനി ചോറ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി വയ്ക്കാം. ഞാൻ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ 6 കപ്പ് വെള്ളം, 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ആ സ്റ്റോക്ക് ഒന്നുകൂടി ഒന്ന് തിളപ്പിക്കാം.
നമ്മുടെ ഉള്ളി നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കാം. മട്ടൻ ഒന്ന് കളർ മാറി വരണം. മട്ടൻ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം അതിലേക്ക് 2 തക്കാളി അരിഞ്ഞതോട് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക്, അത് സ്പൈസി ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ചേർക്കാം. ഇനി അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. സ്റ്റോക്കിൽ ചോറിന് ആവശ്യ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അരി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി ആ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം. വെള്ളമെല്ലാം വറ്റി വന്നതിന് ശേഷം അതൊരു ഫോയിൽ കൊണ്ട് കവർ ചെയ്യാം. അതിനുശേഷം ഒരു ദോശക്കല്ലോ പാനോ വെച്ച് അതിൻ്റെ മേലിൽ ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള പുലാവ് റെഡി. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടമാവും. ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്.